ബഷീർ, മാമുക്കോയ, മത്സ്യം. ബേപ്പൂർ എന്ന് കേട്ട നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഇവയൊക്കെയല്ലേ? നമ്മളിന്ന് പറയാൻ പോകുന്നത് ബേപ്പൂരിന്റെ കഥയാണ്. കൊച്ചി ക്വീൻ ഓഫ് അറേബ്യൻ സീ ആണെങ്കിൽ ബേപ്പൂർ ഉമ്മക്ക് കിങ് ഓഫ് അറേബ്യൻ സീ ആണ്. സുരേഷ് ഗോപി ഭരചന്ദ്രനായി തകർത്താടിയ കമ്മീഷണർ എന്ന സിനിമയിലെ ഇൻട്രോ സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ബേപ്പൂരാണ്. സെവൻസ് എന്ന സിനിമയിലെ കാലം ഒന്ന് കാലാൽ എന്ന ഗാനം ചിത്രീകരിച്ചിരിക്കുന്നതും ഇവിടെയാണ്. എന്തിന്? ബേപ്പൂരിനടുത്ത് മധുര ബസാറിൽ രജനീകാന്ത് വന്ന് ജയിലർ 2 ഷൂട്ടിംഗ് വരെ നടത്തിപ്പോയി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരമേ ബേപ്പൂർക്കുള്ളൂ. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ദൂരം മാത്രം. ബസ്, കപ്പൽ ആക്സസ് വേറെയും. ഇങ്ങനെ ഒരിടം വേറെ എവിടെയുണ്ട് മച്ചാനെ? ധാരാളം സമ്പത്തുള്ള, സ്വർണവും വിലയേറിയ കല്ലുകളും ധാരാളമുള്ള ഓഫിർ എന്ന പ്രദേശത്തെക്കുറിച്ച് ഒരു ബൈബിൾ റെഫറൻസ് ഉണ്ട്. പണ്ടത്തെ ബേപ്പൂർ തുറമുഖത്തെ കുറിച്ചാണിതെന്നാണ് പറയപ്പെടുന്നത്. മതമൈത്രിയോടെ എല്ലാ മതസ്ഥരും ഒത്തുചേർന്ന് വാഴുന്നിടമാണ് ബേപ്പൂർ. കോഴിക്കോട് ജില്ലയിലെ തീരദേശ പട്ടണമാണല്ലോ ബേപ്പൂർ. പണ്ട് വൈപ്പുര, വടപ്പരപ്പനാട് എന്നിങ്ങനെ ബേപ്പൂർ അറിയപ്പെട്ടിരുന്നു. കോഴിക്കോട് പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടം അല്ലെങ്കിൽ വായ്ഭാഗം എന്ന അർത്ഥത്തിൽ വായ്പുരമായെന്നും പിന്നീട് അത് ബേപ്പൂരായി ലോപിച്ചുവെന്നും പറയപ്പെടുന്നു. മലബാർ ആക്രമിച്ച് കീഴടക്കിയ ടിപ്പു സുൽത്താൻ ബേപ്പൂരിന്റെ പേര് സുൽത്താൻ പട്ടണം എന്ന് മാറ്റി. ഒരു ചെറിയ തുറമുഖവും സുന്ദരമായൊരു കടൽ തീരവുമാണ് ഇവിടുത്തെ മെയിൻ. കേരളത്തിലെ പുരാതനമായ തുറമുഖങ്ങളിൽ ഒന്നാണ് ബേപ്പൂർ തുറമുഖം. മധ്യപൂർവ്വ ദേശങ്ങളുമായി ബേപ്പൂർ തുറമുഖത്തിൽ നിന്ന് ചരക്കു ഗതാഗതം ഉണ്ടായിരുന്നു. തടി കൊണ്ടുള്ള കപ്പലുകൾ അറിയപ്പെടുന്ന പേരാണ് ഉരു. ഉരുക്കൾ ഉണ്ടാക്കുന്നതിനും പ്രശസ്തമായിരുന്നു ബേപ്പൂർ. അറബികൾ വ്യാപാരത്തിനും മത്സ്യബന്ധനത്തിനുമായി ഈ കപ്പലുകൾ വാങ്ങിയിരുന്നു. ഇന്ന് ഇവ വിനോദസഞ്ചാര നൗകകളായും ആഡംബര ഹോട്ടലുകളായും ഉപയോഗിക്കുന്നു. കൂടാതെ ഉരുവിന്റെ മാതൃകകളും ഇവിടെ വാങ്ങാൻ കിട്ടും. കടലിലേക്ക് നീളുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച 1 കിലോമീറ്റർ നീളമുള്ള പാത ഇവിടെയുണ്ട്. കടലിലേക്കുള്ള പാത പോലെ കല്ലുകൾ അടുക്കി വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുലിമുട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1992 പുലിമുട്ട് നിർമ്മിച്ചതത്രേ. പണ്ടൊക്കെ സാഹസികമായി പാറക്കല്ലുകളിലൂടെ ചവിട്ടി കടലിന് നടുവിലേക്കുള്ള യാത്ര രസകരമായിരുന്നു. ഇടയ്ക്ക് ഇറുക്കാൻ വരുന്ന ഞണ്ടുകളും വഴുക്കലും സാഹസികത വർദ്ധിപ്പിച്ചു. പിന്നീട് സാഹസികത കുറച്ച് സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ കെട്ടി ഇന്റർലോക്ക് പതിപ്പിച്ചു. ഇരിക്കാനും കാറ്റുകൊണ്ട് കിടക്കാനും കഴിയുന്ന രീതിയിൽ തിണ്ടുകളും കെട്ടി. ചാലിയാർ നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുലിമുട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വശത്ത് പുഴയും മറുവശത്ത് കടലും കാണാൻ സാധിക്കും. മനോഹരമായ കൽക്കെട്ടിലൂടെ സഞ്ചരിച്ച് അക്കരെ എത്തിയാൽ ഡോൾഫിൻ പോയിന്റ് കാണാം. ഭാഗ്യമുള്ളപ്പോ അതിരാവിലെ ചെന്ന ഡോൾഫിനുകൾ തുള്ളിച്ചാടി രസിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇത് ഡോൾഫിനുകളല്ല കേട്ടോ, കടലേടികളാണ്. ഈ കൽക്കെട്ട് എത്തുന്നതിന് മുൻപ് ബേപ്പൂർ മറീനയുണ്ട്. ഇവിടെ നിരവധി തട്ടുകടകൾ തനത് മലബാർ വിഭവങ്ങളും ഉപ്പിലിട്ടവയും ഒക്കെ വിൽക്കുന്നു. ചിലർ ഇവിടെ ജോഗിങ്ങിന് വരാറുണ്ട്, ചിലർ വ്യായാമത്തിന്, ചിലർ ചുമ്മാ കാറ്റുകൊള്ളാൻ, സൈക്ലിങ്ങിനും സ്കേറ്റിങ്ങിനും ഒക്കെയായി നിരവധി പേര് ഇവിടെ വരാറുണ്ട്. ചിലർ പ്രണയം പങ്കുവെക്കാനും ചിലർ പ്രണയനൊമ്പരം കടലിനോട് പങ്കുവെക്കാനും വരാറുണ്ട്. ഇതൊക്കെ കണ്ട് വെറുതെ അവിടെ എങ്ങനെ ഇരിക്കാൻ പോലും ഒരു വേറെ വൈബാണ്. പഴയ ബേപ്പൂരിന്റെ മുഖച്ഛായ മാറ്റിയതിൽ ഇവിടുത്തെ MLA-യും മന്ത്രിയുമായ ശ്രീ മുഹമ്മദ് റിയാസിനുള്ള പങ്ക് എതിരാളികൾ പോലും തള്ളിക്കളയില്ല. വർഷങ്ങൾക്ക് പിന്നോട്ട് സഞ്ചരിച്ച ട്രിപ്പ് അഡ്വൈസർ പോലുള്ള സൈറ്റുകളിലെ റിവ്യൂ പരിശോധിച്ച നൈസ് പ്ലേസ് ബട്ട് നോ മെയിൻ്റനൻസ് എന്ന റിവ്യൂ കാണാമായിരുന്നു. കടൽക്കാറ്റേറ്റ് തുരുമ്പെടുത്ത കത്താത്ത വിളക്കുകളെ മാത്രമല്ല, ബേപ്പൂരിന്റെ മുഖച്ഛായ തന്നെ മാറിപ്പോകുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. വർഷം തോറും നടക്കുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് കാണാൻ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ബോട്ടിങ്ങും ഒക്കെയും വേറെ. പുറമക്കാർക്ക് ഇത് വിനോദമാണെങ്കിൽ തദ്ദേശീയർക്ക് ഇവിടം വരുമാന സ്രോതസ് കൂടെയാണ്. ബേപ്പൂർ ചാലിയം ജങ്കാർ സർവീസ് ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു നദീഫെറി സൗകര്യമാണ്. ഇത് ചാലിയാർ നദിക്ക് കുറുകെ കാറുകളും ബൈക്കുകളും യാത്രക്കാരുമായും കൊണ്ടുപോകുന്നു. ഓരോ ജങ്കാറും ഏകദേശം 20-30 മിനിറ്റിന്റെ ഇടവേളയിൽ സർവീസ് നടത്തുന്നുണ്ട്. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണിത് പ്രവർത്തിക്കുന്നത്. റോഡ് വഴി പോകേണ്ട ദൂരം കുറയ്ക്കാനായി ഈ സർവീസ് നിരവധി യാത്രക്കാർ ദിവസേന ഉപയോഗിക്കുന്നു. യാത്രാസമയം കുറവാണ്, ചെലവും കുറവാണ്. ശാന്തമായ നദീതീരത്തൂടെ ചെറിയ ഇടവേളയിൽ നഗരത്തിലെ തിരക്കിനൊരു വിരാമമിട്ടുള്ള യാത്ര. കാറും ബൈക്കും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇതിൽ കയറ്റി അപ്പുറം ചാലിയം കടവിൽ ഇറങ്ങാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1861 ഏപ്രിൽ 12
ബേപ്പൂർ മുതൽ തിരൂർ വരെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ബേപ്പൂർ കടൽ തീരത്തിന് എതിർവശത്ത് ചാലിയത്താണ് യഥാർത്ഥത്തിൽ റെയിൽവേ ലൈൻ ആരംഭിക്കപ്പെട്ടത്. ചാലിയത്ത് ഇതിന്റെ അവശേഷിപ്പുകൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ചാലിയത്തെ കുറിച്ചൊരു വീഡിയോ വേറെ ചെയ്തിട്ടുള്ളതിനാൽ പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. ബേപ്പൂർ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് 30,000 മുതൽ 35,000 പേർ വരെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മത്സ്യലഭ്യതയുടെ കാര്യത്തിലും മത്സ്യ കയറ്റുമതിയുടെ കാര്യത്തിലും ബേപ്പൂർ ഔന്നത്യത്തിലാണ്. കല്ലുമ്മക്കായ, എരുന്ത്, ഞണ്ട്, പുഴ മത്സ്യങ്ങൾ എന്നിവയും ഇവിടെ ഇഷ്ടം പോലെ ലഭിക്കുന്നു. ദൂരദേശങ്ങളിൽ നിന്നു പോലും ഒഴിവു ദിവസങ്ങളിൽ മത്സ്യം വാങ്ങാനായി മാത്രം ഇവിടെ വരുന്നവർ ഏറെയാണ്. ജപ്പാനിലെ അസോസിയേഷൻ ഓഫ് സുമേറിയൻ ഷിപ്സിന്റെ സ്ഥാപക അംഗമായ ക്യാപ്റ്റൻ ഇവാട്ടയുടെ അഭിപ്രായത്തിൽ സുമേറിയൻ കപ്പലുകൾ ബേപ്പൂരിൽ നിർമ്മിച്ചിരിക്കാം. ബേപ്പൂരിന് മെസോപ്പൊട്ടാമിയയുമായും ലക്ഷദ്വീപുമായും പേർഷ്യയുമായും നേരിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നത്രേ. ഈ ചരക്ക് കൈമാറ്റം കുടിയേറ്റത്തിന് കാരണമായിട്ടുണ്ടാകാം. ആഫ്രിക്കൻ തുറമുഖങ്ങളിലും ഈജിപ്തിലും പോലും മലബാറികൾ ഉണ്ടായിരുന്നത്രേ. സാമൂതിരിമാർ ചുമത്തിയ കയറ്റുമതി ഇറക്കുമതി തീരുവ മാത്രമുള്ള സ്വതന്ത്ര തുറമുഖമായിരുന്നു ബേപ്പൂർ. അറബികൾക്കും നായർക്കും ഇടയിലുള്ള ഇടനിലക്കാർ മാപ്പിളമാരായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ സ്ഥാനം പിടിക്കുന്നതുവരെ തെക്ക് കിഴക്കൻ മലായി തുറമുഖങ്ങൾ കേരളത്തിൽ നിന്ന് തുണികൾക്കായി കപ്പലുകൾ മലബാറിലേക്ക് അയച്ചിരുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്കും ഇതൊരു ഇടത്താവളമായിരുന്നു. ലോകമെമ്പാടുമുള്ള ഫാബ്രിക് കലാകാരന്മാരെയും ഡിസൈനർമാരെയും ആകർഷിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന തസര ക്രിയേറ്റീവ് വീവിംഗ് സെന്റർ ബേപ്പൂർ നടുവട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അയൽരാജ്യമായ മാലിദ്വീപിൽ ബേപ്പൂർ ബെയ്താൽഹി എന്നറിയപ്പെട്ടിരുന്നു. മാലിദ്വീപിന്റെ ദേശീയ നായകൻ മുഹമ്മദ് താക്കൂർ ഖാൻ ആയോധന കല പഠിക്കുകയും മതപഠനം നടത്തുകയും ചെയ്തത് ബേപ്പൂരിലാണത്രേ. ബേപ്പൂർ പഴയ കാലത്ത് വടപ്പരപ്പനാട് രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. പരപ്പനാട് രാജവംശം 15-ാം നൂറ്റാണ്ടിൽ ഉത്തരവും ദക്ഷിണവുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ബേപ്പൂർ, ചെറുവണ്ണൂർ, പന്നിയങ്കര തുടങ്ങിയ പ്രദേശങ്ങൾ ഉത്തര പരപ്പനാടിന്റെ കീഴിലായിരുന്നു. ബേപ്പൂരിന്റെ മൂല്യവത്തായ ഭരണം നടത്തിയത് 4 കോവിലകങ്ങളാണത്രേ. മനയത്ത് കോവിലകം, നെടിയാൽ കോവിലകം, കരിപ്പ പുതിയ കോവിലകം, പനങ്ങാട് കോവിലകം എന്നിവയാണവ. ഈ കോവിലകങ്ങൾ ചേർന്ന് ബേപ്പൂരിന്റെ ഭരണവും സംസ്കാരവുമായി ഇഴചേർന്നിരിക്കുന്നു. ഉത്തര പരപ്പനാടിന് തിരുവിതാംകൂർ രാജവംശത്തോടുള്ള ബന്ധം കൊണ്ടും പ്രസിദ്ധമായിരുന്നു. ചില സാംസ്കാരിക രക്തബന്ധങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ തിരുവിതാംകൂറിലെ ചില രാജാവുകൾക്ക് ഇവിടുത്തെ കോവിലകങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ദത്തുപുത്രന്മാരായും രൂപപ്പെട്ടിട്ടുണ്ട്. ബേപ്പൂർ രാജവംശത്തിന്റെ ആധ്യാത്മിക കേന്ദ്രമാണ് ബേപ്പൂർ ശിവക്ഷേത്രം. ഇന്നും ഗ്രാമത്തിന്റെ സംസ്കാര സ്മാരകമായി നിലകൊള്ളുന്നു. ഭരണകാലം ഏകദേശം 15-ാം നൂറ്റാണ്ട് മുതൽ വിവിധ വിദേശ ശക്തികൾ ഭരണം ഏറ്റെടുക്കുന്നതുവരെ ബേപ്പൂർ ഒരു തുറമുഖം മാത്രമായിരുന്നില്ല, അതൊരു നഗര സംസ്കാരവും രാജകീയ പാരമ്പര്യവുമായിരുന്നു. ഇന്നും അതിന്റെ അലയൊളികൾ ഇവിടുത്തെ മണൽത്തരികളിൽ കാണാം. പഴമയുടെ കഥകൾ ശാന്തമായ ചാലിയാർ നദിയിലെയും കപ്പൽ പാതകളിലെയും മത്സ്യബന്ധനത്തിന്റെയും താളത്തിൽ ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ ശരി, മറ്റൊരു വീഡിയോയുമായി സന്ധിക്കും വരെ ഇറ്റ്സ് മീ ചിന്തോസ്കി സൈനിങ് ഔട്ട്. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന ബേപ്പൂർ കഥകൾ കമന്റ് ചെയ്യുക.